ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം. ഇന്നൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ALPയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. CN നമ്പർ 01/2026. ഒരുപാട് പുതിയ മാറ്റങ്ങളും വിശേഷങ്ങളും ആയിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നിപ്പോൾ നോക്കാം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ എപ്പോൾ മുതലാണ് നമുക്ക് അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക എന്നുള്ളത് അറിയണം അല്ലേ? എപ്പോഴാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നുള്ളത് അറിയണം. അതായത് നോക്കുക, 15/5/2026. അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ നമുക്ക് അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/6/2026 ആണ്. അപ്പോൾ ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാന ദിവസത്തിലോട്ട് മാറ്റി വെക്കരുത്. അവസാനം ഒരുപാട് പേര് അപ്ലൈ ചെയ്യും അല്ലേ, ക്രാഷ് ആവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊരു 2-3 ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ആലോചിച്ച് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപ്ലിക്കേഷൻ അയക്കാനായിട്ട് അല്ലേ. ഇനി ഫീ അടിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 15/5/2026 മുതൽ 14/6/2026 വരെയാണ് ഈ വിൻഡോ ഓപ്പൺ ആയിരിക്കുക അപ്ലിക്കേഷൻ അയക്കാനുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റ് ഡേറ്റുകൾ തന്നെയാണ് അല്ലേ. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ എത്ര സാലറിയാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഏത് പേ ലെവലാണ് നമ്മൾ അറിയണം. സോ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ALP എന്ന് പറയുന്നത് ഒരു ലെവൽ 2 ജോലിയാണ്. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത്, ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 രൂപയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഒരുപാട് അലവൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റണ്ണിങ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്ര ഓടുന്നോ അത്രയും നമുക്ക് പൈസ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സാലറികൾ, ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ALPകൾ അല്ലെങ്കിൽ LPകൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നീട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ്. അതിലോട്ട് നമുക്ക് വരാം. പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര വേക്കൻസി എന്നുള്ളതാണ് അല്ലേ. 11,127 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റെഡി അല്ലേ? റൈറ്റ്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റൈറ്റ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായപരിധി തന്നെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ കാണിച്ചു, 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി മാത്രമല്ല, SC/ST ആണെങ്കിൽ 5 വർഷം നമുക്ക് എക്സ്ട്രാ കിട്ടും അല്ലേ. അതുപോലെ തന്നെ OBC നോക്കുക, 3 വർഷം നമുക്ക് എക്സ്ട്രാ കിട്ടും. ബാക്കിയുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ റെയിൽവേ എക്സാംസിനും ഒരുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 18 മുതൽ 30 വരെയുള്ള, ഇപ്പോൾ ആസ് ഓൺ 1/7/2026 അതാണ് നമ്മുടെ കട്ട് ഓഫ് ഡേറ്റ്. സോ ആ കട്ട് ഓഫ് ഡേറ്റിൽ ഈ പ്രായപരിധിക്കകത്ത് വരണം. ആൻഡ് ഓഫ് കോഴ്സ് OBC ആണെങ്കിൽ 3 വർഷം നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടുതലാവും അല്ലേ. അതുപോലെ SC/ST ആകുമ്പോൾ 5 വർഷം എക്സ്ട്രാ കിട്ടും. ഇതും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. റൈറ്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് അല്ലേ. ആർക്കാണ് ഈ പറഞ്ഞ പ്രായപരിധിയൊക്കെ ഉണ്ട്, ഇനി ആർക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുക അല്ലേ. എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നതിന് നോക്കുക, മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC + ITI. അതുപോലെ തന്നെ എന്താ, മെട്രിക്കുലേഷൻ SSLC + 3 years ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അല്ലേ. ഡിപ്ലോമ SSLC + 10th ITI. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ഇനി അതുപോലെ തന്നെ നോക്കുക, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിപ്ലോമ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും BTech ഉള്ള ആൾക്കാർക്കും ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ 10th + ITI, അതുപോലെ തന്നെ ഡിപ്ലോമ, അതുപോലെ തന്നെ BTech. അപ്പോൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ ആണ്, അല്ലെങ്കിൽ ITI ഉണ്ട്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. റൈറ്റ്. പിന്നീട് മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ A1 സ്റ്റാൻഡേർഡാണ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് അതാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വിഷൻ സ്റ്റാൻഡേർഡ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക,
ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറയുന്നത് 6x6 ആയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ട്രെയിനിൻ്റെ സാരഥിയാണല്ലോ, അപ്പോൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അവർ ചെക്ക് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ അല്ലേ, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാം 5 സ്റ്റേജുകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ, CBT 1 ആണ്. ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഒരു ഭാഗത്തിൽ നടക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് CBT 1 ആണ് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പിന്നീട് സെക്കൻഡ് സ്റ്റേജും CBT തന്നെയാണ്, CBT 2, CBT 1, അത് കഴിഞ്ഞാൽ CBT 2, പിന്നെ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് CBAT ഉണ്ട്. അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെ മൊത്തം 5 സ്റ്റെപ്പുകളാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് CBT 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് CBT 1, അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ പാറ്റേൺ സിലബസും കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ CBT 1ന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്, 1 മണിക്കൂറാണ്. ഓക്കെ അല്ലേ. പിന്നീട് മൊത്തം 75 ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഇൻ ടോട്ടൽ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, 1 മണിക്കൂർ 60 മിനിറ്റ്സ്, 75 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 75 തന്നെയാണ്. ഓക്കെ അല്ലേ. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അല്ലേ, 1/3 ഓഫ് ദ മാർക്സ്. ഓരോ തെറ്റായ ഉത്തരത്തിനും 1/3 കുറയ്ക്കും, 0.33 അല്ലേ. എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എന്താണ് ഇവിടുത്തെ എക്സാം പാറ്റേണിൽ വന്ന മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമുക്ക് ഇനി വെറും 3 വിഷയങ്ങളേ ഉള്ളൂ, സബ്ജക്റ്റുകളേ ഉള്ളൂ. അതായത് വെറും 3 സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നുള്ളത്. മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മെന്റൽ എബിലിറ്റി, റീസണിങ് അല്ലേ, അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നീട് ജനറൽ സയൻസ് അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ്സിൽ പെടുന്ന അല്ലേ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ റിമൂവ് ചെയ്തു. കറണ്ട് അഫയേഴ്സ് തുടങ്ങിയതൊന്നും അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്സും റീസണിങ്ങും സയൻസും. അപ്പോൾ നിങ്ങൾ സയൻസ് സ്വാഭാവികമായിട്ടും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ മിക്ക എക്സാമുകളിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളൊരു തോട്ട് തന്നെയാണ് പല ആൾക്കാരെയും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത് വേണമെങ്കിൽ പറയാം. ഒരുപാട് പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കുന്നതിന് ചോദിക്കണമെന്നില്ല, ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ടുകളൊക്കെ ഒരുപാട് പേരിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് സയൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ കുറച്ചുകൂടെ കൺസ്ട്രെയിൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അത്തരത്തിൽ നോക്കുമ്പോൾ മാത്സും റീസണിങ്ങും സയൻസും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ALP ആവാൻ സാധിക്കും. ഒരു ഗവൺമെൻറ് ജോലി അല്ലേ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇന്ത്യൻ റെയിൽവേയുടെ സാരഥി എന്ന് നമുക്ക് പറയുന്ന രീതിയിൽ നമുക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് അല്ലേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CBT 1 എന്ന് പറയുന്നത് വെറും ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതായത് CBT അടുത്ത സ്റ്റേജിലോട്ട് ആൾക്കാരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആദ്യത്തെ സ്റ്റേജാണ് CBT 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ മാർക്ക് മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ റാങ്കിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ CBT 1 നമ്മൾ പക്ഷേ ക്വാളിഫൈ ചെയ്യണം. ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇനി CBT 1 കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് CBT 2 ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഈ പറയുന്ന സിലബസിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, റൈറ്റ്. എന്നാലും വേണമെങ്കിൽ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം, ബോർഡ് അതിൽ ഡെസിമൽസ്, ഫ്രാക്ഷൻസ് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കേണ്ടത് അതൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ വിട്ടുവീഴ്ചകളൊന്നുമില്ല അല്ലേ, റൈറ്റ്. ഇനി അടുത്ത നോക്കാം. CBT 2 എന്ന് പറയുമ്പോൾ CBT 2 എന്ന് പറയുന്നത് 2 ഭാഗങ്ങളായിട്ടാണ് നടക്കുക. ഓക്കെ, പാർട്ട് A, പാർട്ട് ബി, അങ്ങനെ 2 പാർട്ടായിട്ടാണ് CBT 2 എക്സാം നടക്കുക. ഇനി ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂർ അല്ലെ, 2 hours 30 minutes ആണ് ആകെ ടൈം എന്ന് പറയുന്നത്. ഏതിന്, CBT 2 എക്സാമിന്. 2 മണിക്കൂറും 30 മിനിറ്റും 2 പാർട്ടുകളായിട്ടാണ് നടക്കുക. മാത്രമല്ല ടോട്ടൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 175 ആണ്. ഇനി പാർട്ട് എയിൽ 90 മിനിറ്റ് അല്ലേ, അതായത് 90 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പാർട്ട് ബിയിൽ
60 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ 75 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ഇവിടെയും 1/3 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പാർട്ട് എയിലെ മാർക്കാണ് ആക്ച്വലി നമ്മുടെ ഫൈനൽ മെറിറ്റിനെ തീരുമാനിക്കുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് വെറുതെ ജസ്റ്റ് ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് എയിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് സിലബസ് നോക്കുക? മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നേരത്തെ സയൻസ് മാത്രമേ ഉള്ളൂ, ഇവിടെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതുണ്ട് അല്ലേ? അപ്പോൾ അത് ഓരോ ബ്രാഞ്ചിനും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം. ഇത് പാർട്ട് എയിലുള്ള കാര്യമാണ്. അപ്പോൾ പാർട്ട് എയിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? മാത്സ്, അതുപോലെ റീസണിങ്, അതുപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങളിത് ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പോൾ ഏത് ബ്രാഞ്ച് എടുത്താലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് പാർട്ട് എയിൽ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അതായത് CBT 1 എടുത്താലും CBT 2 എടുത്താലും നമുക്ക് ടോട്ടൽ ചോദ്യങ്ങളുടെ മാത്രമേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഓരോന്നിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം, എന്നാലും ഈക്വൽ വെയിറ്റേജ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കുക, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഓൺലി ദ മാർക്സ് സ്കോർഡ് ഇൻ പാർട്ട് എ ഷാൾ ബി കൗണ്ടഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫർദർ സ്റ്റേജസ് ഓഫ് ദിസ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ? ഇനി നോക്കുക, പാർട്ട് എയിൽ മാത്സും റീസണിങ്ങും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അടുത്തത് നമ്മുടെ പാർട്ട് ബി ആണ്. പാർട്ട് ബി എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതായത് നമ്മുടെ ടെക്നിക്കൽ നോളേജ് ചെക്ക് ചെയ്യാനുള്ള വെറും ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു എക്സാമാണ് പാർട്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ട്രേഡിനും ഓരോ കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങളുടെ ട്രേഡ്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പാർട്ട് ബിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ജസ്റ്റ് ക്വാളിഫയിങ് ആയിട്ടുള്ള എന്താണ് എക്സാമാണ് അല്ലേ? നോക്കുക, 35% of all 35% of all candidates irrespective of category or community എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്വാളിഫയിങ് പെർസെൻറ്റേജ് ആവുന്നത് അല്ലേ? റൈറ്റ്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ട്രേഡുകൾ, അതിനെന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ട്രേഡ് ഏതാണ്? നമ്മൾ ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അല്ലേ, വയർമാൻ, ഇതാണ് ട്രേഡുകൾ വരിക. അപ്പോൾ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാലോ ഏതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. ആൻഡ് അഗൈൻ പാർട്ട് ബി എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ നോളജ് സ്വാഭാവികമായിട്ടും വേണം. ബട്ട് അഗൈൻ അത് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മതി എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത ആണ്. റൈറ്റ്. പിന്നീട് നമുക്ക് അത് കഴിഞ്ഞാൽ CBAT ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതും ക്വാളിഫയിങ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലേ? അതായത് മിനിമം നമ്മൾ എന്ത് ചെയ്യണം? All candidates irrespective of community must secure a minimum T-score of 42 marks in each test battery separately to qualify in the CBAT. അപ്പോൾ CBATയിൽ സ്വാഭാവികമായിട്ട് എന്താണ് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അല്ലേ? കാൻഡിഡേറ്റ്സ് must secure a minimum T-score of 42 marks in each test battery separately to qualify in that CBAT. അപ്പോൾ മിനിമം ഇത്ര സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെ 70-30 എന്നുള്ള രീതിയിലായിരുന്നു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് എയ്ക്കും അതുപോലെ തന്നെ CBATക്കും 70-30 എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്രാവശ്യം നോക്കാം വെയിറ്റേജ് 50-50 ആണ്. രണ്ടിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. മനസ്സിലായല്ലോ? രണ്ടിനും. പക്ഷേ ക്വാളിഫൈ ചെയ്യാൻ ഇത്ര മതി എന്നും അവർ കൃത്യമായിട്ട് CBAT കേസിൽ പറയുന്നുണ്ട്. ബട്ട് അഗൈൻ വെയിറ്റേജ് എന്ന് പറയുന്നത് 50-50 എന്നുള്ള രീതിയിലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമുക്ക് ഫീസ് ആണല്ലേ? അപ്പോൾ യൂഷ്വലി ജനറൽ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും എങ്ങനെയാണ്? 500 രൂപയാണ് അല്ലേ? ഇനി താഴത്തെ SC ST, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ അല്ലെ, ട്രാൻസ്ജെൻഡർ, അതുപോലെ മൈനോറിറ്റീസിൽ പെടുന്ന EBC കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കെല്ലാം 250 രൂപയാണ് എക്സാം ഫീസ് എന്ന് പറയുന്നത്. ഇനി CBT 1 നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റീഫണ്ടും കിട്ടുമെന്നുള്ളതും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള റെയിൽവേ എക്സാംസിൻ്റെ കാര്യമാണ് അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ പറയാനുള്ളത് അല്ലെങ്കിൽ ഷെയർ ചെയ്യാനുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിനി ജോഗ്രഫിയും അല്ലെ ഹിസ്റ്ററി, എക്കണോമിക്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സയൻസും റീസണിങ്ങും മാത്സും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അല്ലേ? CBT 1ലും CBT 2ലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആർക്കൊക്കെ തന്നെയാണ്? ഈ പറയുന്ന മാത്സിനും റീസണിങ്ങും. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നേ ഉള്ളൂ CBT 2ൽ. മറ്റേതാകുമ്പോൾ ബേസിക് സയൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. സിലബസും കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ CBT 1ൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. CBT 2നും അത് ഈസി ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്, കുറച്ചുകൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് കൂളായിട്ട് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു നല്ല ന്യൂസാണെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇനി വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നതായിരിക്കും നമ്മളോട് ചെയ്യുന്ന ഏറ്റവും മണ്ടത്തരം. പ്രൊവൈഡഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ജോലി വേണം, ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി വേണം, നല്ല സാലറിയുള്ള ഒരു ജോലി വേണം, എനിക്കൊരു ALP ആവണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി സമയം വേസ്റ്റ് ചെയ്യാനില്ല. ഉടനെ തന്നെ പഠിച്ചു തുടങ്ങണമെന്നുള്ളതാണ്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് സിലബസ്, ഓൾറെഡി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ കൃത്യമായിട്ട് ഈ പറയുന്ന സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. അതല്ലെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അതിനാണ് നമ്മുടെ RRB ALP CBT 1 ബാച്ച് എന്ന് പറയുന്നത്. അതായത് CBT 1നെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി CBT 1ൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അവിടെ പാർട്ട് എയിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ സ്ട്രോങ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രാക്ടീസ് മാത്രം മതി നിങ്ങൾക്ക് പിന്നീട് CBT 2 വരുമ്പോൾ. അപ്പോൾ CBT 1 എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാച്ചാണ്, അല്ലെങ്കിൽ പുതിയ ബാച്ചാണ്. അപ്പോൾ ക്ലാസ് എപ്പോഴാണ് തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അല്ലേ, നോട്ടിഫിക്കേഷൻ വന്നു, ഒരുപാട് ക്ലാസ്സുകളൊന്നും ആയിട്ടില്ല, കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയ അവസരമാണ്. കാരണം ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് വൃത്തിയായിട്ടും കൃത്യമായിട്ടും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്. 300+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഡെയിലി 2 മുതൽ 3 ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക, വീക്ക്ലി 5 മുതൽ 6 ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2999 രൂപയാണ്. നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ എല്ലാത്തിനുള്ള സൊല്യൂഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ALP ആവണമെന്ന ആഗ്രഹമായിട്ട് ചുമ്മാ ഇരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു മനസ്സും കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ALP ആവാൻ സാധിക്കും. നിങ്ങൾ പണിയെടുക്കണം. നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഭാഗം. പക്ഷെ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി റിവിഷനൊക്കെ ചെയ്ത് നിങ്ങൾ അതിനുള്ള മനസ്സുണ്ടെങ്കിൽ, റെഡി ആണെങ്കിൽ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ALP എക്സാം തൂക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ലൈവ് ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.